മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിനു ശേഷം വകുപ്പ് മന്ത്രിമാരെ തീരുമാനിക്കുവാനുള്ള ചർച്ചകൾ യുഡിഎഫിലും കോൺഗ്രസിലും തകൃതിയായി നടക്കുമ്പോൾ ഇത്തവണ മലയോരത്തിന് ഒരു മന്ത്രി ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. 2016 മുതൽ ഉണ്ടായ 2 LDF മന്ത്രിസഭയിലും മലയോരത്തിന് മന്ത്രിമാരുണ്ടായിരുന്നു. ഇത്തവണ UDF മന്ത്രിസഭയിലും മലയോരത്തെ പരിഗണിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മന്ത്രിമാർ ആരൊക്കെയെന്നറിയാൻ കേരളം കാത്തിരിക്കുമ്പോൾ മലയോരവും വലിയ പ്രതീക്ഷയിലാണ്. 2016 മുതൽ 2 മന്ത്രിസഭകളിലും മലയോരത്ത് നിന്ന് മന്ത്രിമാരുണ്ടായിരുന്നു. 2016 ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ച MM മണി നിയമസഭയിലെത്തിയപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രിയെ മലയോരത്തിന് കിട്ടി. 2ാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഘടകകക്ഷികൾക്ക് വീതം വെച്ചപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും നറുക്കു വീണത് ഇടുക്കിയിൽ നിന്നും വിജയിച്ച റോഷി അഗസ്റ്റിന്. അങ്ങനെ തുടർച്ചയായി 2 മന്ത്രിസഭകളിലും ഹൈറേഞ്ചിന്റെ മന്ത്രിമാരുണ്ടായി. എന്നാൽ ഇത്തവണ UDF മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ മലയോരത്തിന് മന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഘടകകക്ഷികളെ പരിഗണിക്കുമ്പോൾ തൊടുപുഴയിൽ നിന്നും അബു ജോൺ ജോസഫ് മന്ത്രിസഭയിലെത്തും. ഇതിനു പുറമെ ഇടുക്കിയിലോ ഉടുമ്പൻചോലയിലോ ഒരു മന്ത്രിയെ കൂടി നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെയുണ്ടായാൽ ഇടുക്കിക്ക് 2 മന്ത്രിമാരുണ്ടാകും. മറിച്ചാണെങ്കിൽ മലയോരത്തിന്റെ മന്ത്രിസ്വപ്നം ഇത്തവണ അസ്തമിക്കും. അതേസമയം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മന്ത്രിസ്ഥാന ചർച്ചയിൽ മലയോരത്തേക്ക് ഒരു മന്ത്രിയെ എത്തിക്കുവാനുള്ള നീക്കവും സജീവമായി നടക്കുന്നതായാണ് സൂചന. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.